പിതൃക്കളുടെ ആത്മശാന്തിക്കായി സംസ്ഥാനത്തെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ ആയിരക്കണക്കിന് പേർ ചടങ്ങുകളിൽ പങ്കെടുക്കും. തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ ഏകോപനമുണ്ട്. പുലർച്ചെ മുതൽ തന്നെ പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലേക്ക് ഭക്തരുടെ ഒഴുക്ക് ആരംഭിച്ചു. ആലുവ മണപ്പുറത്തു നിന്നും ധിൻസേവർ, വർക്കല പാപനാശത്തു നിന്നും സാന്ത്വന, തിരുനാവായിൽ നിന്നും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും സോണൽകിഷ, കൊല്ലം തിരുമുല്ലവാരത്തു നിന്നും ജയശങ്കർ, തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്നും പ്രതീഷ്, തിരുനെല്ലിയിൽ നിന്നും ദീപക് മോഹൻ എന്നിവർ തത്സമയം നമുക്കൊപ്പം ചേരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലുവയിലടക്കം വലിയ ഭക്തജന തിരക്ക് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ആലുവ മണപ്പുറത്ത് ഇപ്പോഴുള്ളത് നിതിൻ സേവ്യറാണ്. നമുക്ക് ആദ്യം ആലുവയിലേക്ക് തന്നെ പോകാം. നിതിൻ സേവ്യറുണ്ട്. നിതിൻ സേവ്യർ, വെരി ഗുഡ് മോർണിംഗ് നിതിൻ. ഇന്ന് കർക്കിടക വാവാണ്. 10,000-കണക്കിന് ഭക്തജനങ്ങൾ തർപ്പണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കാണാം. ആലുവയിൽ എന്താണ് രാവിലത്തെ അവസ്ഥ? അതിരാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ ഒഴുക്കാണോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. വലിയ തിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ രാവിലെ വന്നപ്പോൾ മുതൽ പുലർച്ചെ 2 മണി മുതൽ തന്നെ ഇവിടെ കൃത്യമായി തന്നെ ഈ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് വലിയ തിരക്കുകളിലേക്ക് ഇവിടെ പോകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ 80ഓളം ബലിപ്പുരകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും വലിയ അനിയന്ത്രിതമായ തിരക്കൊക്കെ ചില സമയങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. മലയാളം മാസം കണക്കിലെടുക്കുമ്പോൾ അതിൽ 12ാമത്തെ മാസമാണ് കർക്കിടകം. ആ ചന്ദ്രന്റെ മാസമെന്നാണ് ഹിന്ദുമത വിശ്വാസികൾ കരുതുന്നത്. അപ്പോൾ അതിനെ പിതൃലോകമായാണ് ചന്ദ്രനെ കണക്കാക്കുന്നത്. അതിന്റെ ഭാഗമായി കർക്കിടക വാവ് പിതൃക്കളുടെ ദിവസമായും കരുതുന്നുണ്ട്. കർക്കിടക വാവ് ദിവസം പിതൃബലിയിട്ടാൽ പിതൃകൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കർക്കിടക വാവിന് ഒരുപാട് ആളുകൾ തങ്ങളുടെ പൂർവികർക്ക്, കാരണവന്മാർക്ക്, മരിച്ചുപോയ തങ്ങളുടെ ബന്ധുക്കൾക്ക് ആദരവും കടപ്പാടും അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാനായി ഇത്തരത്തിൽ അവർക്ക് ആത്മമോക്ഷം, ആത്മശാന്തി ലഭിക്കാനായി ഇത്തരത്തിൽ ബലിയിടുന്നത്. ഏതായാലും ആലുവ മണപ്പുറത്ത് വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഇവിടെ ഈ വലിയ മഴ പെയ്ത സമയത്ത് ഈ ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കർക്കിടക വാവ് കൂടി അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിന് തടസ്സമുണ്ടാവുമോ തുടങ്ങിയ ആശങ്കകളൊക്കെ വലിയ തോതിൽ ദേവസ്വം ബോർഡിന് അടക്കമുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസമായി മഴ കുറയുകയും ഇവിടെ നിന്നും വെള്ളം ഇറങ്ങിപ്പോകും. പിന്നീട് അങ്ങോട്ട് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയത്. ഈ ബലിപ്പുരകളൊക്കെ തയ്യാറാക്കണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കേണ്ടതുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി ഇവിടെയുള്ള ചെളി മുഴുവൻ നീക്കം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ 2 ദിവസമായി വളരെ പെട്ടെന്ന് തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പുലർച്ചെ 2 മണിയോടെയാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇത് ഉച്ചയ്ക്ക് 12 മണി വരെ ഇത് നീണ്ടു നിൽക്കും. ക്ഷേത്രകർമ്മങ്ങൾക്ക് മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് കാർമ്മികത്വം വഹിക്കുന്നത്. ഈ ബലിതർപ്പണ ചടങ്ങുകളുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നമുക്കിവിടെ കാണാൻ സാധിക്കും നിരവധി ബലിപ്പുരകൾ, ഏകദേശം 80ഓളം ബലിപ്പുരകളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഒപ്പം വലിയ തോതിലുള്ള കർശന ഗതാഗത നിയന്ത്രണങ്ങളും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ നേരത്തെ ദേവസ്വം ബോർഡ് പ്രതിനിധിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇവർക്ക് വേണ്ട കുടിവെള്ളവും അല്ലെങ്കിൽ ഭക്ഷണവും ഒക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ക്രമീകരണങ്ങൾ ഇതിനോട് സമീപത്ത് തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഏകദേശം 3 ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 450-ലധികം പോലീസുകാരെയാണ് ഇവിടെ സുരക്ഷയ്ക്കായി നിയമിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മഫ്തിയിൽ മറ്റ് പോലീസുകാരുണ്ട് നിരീക്ഷണത്തിന് വേണ്ടി, വനിതാ പോലീസുകാരുണ്ട്. അധികമായി പെട്രോൾ പാർട്ടികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ വലിയ തോതിലുള്ള സജ്ജീകരണങ്ങളുണ്ട്. CCTV നിരീക്ഷണങ്ങളുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. KSRTC അധിക സർവീസ് നടത്തുന്നുണ്ട്. മെട്രോ പുലർച്ചെയും രാത്രി വൈകിയും സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവിടെ ഇത്തരത്തിൽ ഈ ബലിപ്പുരകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ബലിയിടാനുള്ള ക്യൂ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വലിയ തിരക്കുകളിലേക്ക് ആലുവ മണപ്പുറം പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ.